ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടുപൊടി കൊണ്ട് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പുട്ട് കഴിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറഞ്ഞു പോകരുത് കേട്ടോ. ഉപ്പ് വേണമെന്നെങ്കിൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഒത്തിരി ലൂസായി പോകരുത് കേട്ടോ. പിന്നെ പുട്ടിനെ നനയ്ക്കുന്ന പോലെ നനച്ചാലും പോരാ. നന്നായിട്ട് തന്നെ കുഴച്ച് നമുക്ക് ഉണ്ടയൊക്കെ ഉരുട്ടാൻ പാകത്തിന് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ നമുക്ക് അടത്തി ഇടാൻ പറ്റണം. അപ്പം മുഴുവനായിട്ടും കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു വാഴയില വെച്ച് കൊടുത്താൽ അതിൻ്റെ അരിപ്പത്തട്ടിലൊന്നും പറ്റാണ്ട് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുളി ആക്കിയതിന് ശേഷം നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒത്തിരി വലുതായി പോകണ്ട, പിന്നെ പൊടിഞ്ഞും പോകണ്ട കേട്ടോ. ഇതുപോലെ മുഴുവനും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇഡ്ഡലി തട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ആവി വന്നാൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പം പുട്ടുപൊടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് ചായൻ്റെ കൂടെ കൂട്ടുകയും ചെയ്യാം. അല്ലാണ്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും, 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് കടുക് താളിച്ച് ഇങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. പിന്നെ 2-3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, ഒത്തിരി ഇഞ്ചിയൊന്നും വേണ്ട, ഒരു കുഞ്ഞി കഷ്ണം മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ LS ഫാമിലി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആവിയിൽ വെച്ച പുട്ടുപൊടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചിലർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിങ്ങനെ വേണമെങ്കിൽ വെറുതെ ആണെങ്കിലും കഴിക്കാം, പഴത്തിൻ്റെ കൂടെ കഴിക്കാം, കറി കൂട്ടിയിട്ട് കഴിക്കാം, കടലക്കറിയോ ചിക്കൻ കറിയോ എന്ത് കറിയായാലും പ്രശ്നമില്ല കേട്ടോ. ഞാൻ കാന്താരി ചമ്മന്തി അരച്ചിട്ട് അതിൻ്റെ കൂടെയാണ് കഴിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.